ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു പലഹാരം. അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ ഒരു പലഹാരം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 5 നേന്ത്രപ്പഴം നല്ല പഴുത്തതാണ് 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര എടുക്കുമ്പോൾ വേസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ പാനിയാക്കാതെ ഡയറക്റ്റ് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഈ പഴവും ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത ശേഷം ഈ ഒരു സമയത്ത് ഞാൻ 2 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി ഓപ്ഷണലാണ്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ചാണ് വേവിക്കേണ്ടത്. തുറന്ന് വെച്ച് വേവിച്ച് ഈ ശർക്കര പാനി ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂട്ടാനായിട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത ശേഷം നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട്. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ശർക്കരയും നെയ്യും നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇത് വാഴയിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അത് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.